വിനോദസഞ്ചാര മേഖലയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച ഉത്തരവാദിത്ത ടൂറിസം മിഷൻ വിജയഗാഥ തുടരുകയാണ്. 2008 തുടങ്ങിയ പദ്ധതി 17 വർഷം പിന്നിടുമ്പോൾ കേരള ടൂറിസത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കി. സ്ത്രീ ശാക്തീകരണം, പരമ്പരാഗത വ്യവസായങ്ങൾ, വിവിധ കലാരൂപങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അനുദിനം വളരുന്ന കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല തദ്ദേശീയ സമൂഹത്തിന് കൂടി എങ്ങനെ പ്രയോജനപ്രദമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഉത്തരവാദിത്ത ടൂറിസം തുടങ്ങുന്നത്. വിനോദസഞ്ചാര മേഖലകളും ഗ്രാമീണ സൗന്ദര്യവും ആസ്വദിച്ച് മടങ്ങിയിരുന്ന സഞ്ചാരികൾക്ക് ഉത്തരവാദിത്ത ടൂറിസം കേരളത്തിന്റെ പൈതൃകം കൂടി അനുഭവിച്ചറിയാനുള്ള അവസരമായി. പരമ്പരാഗത വ്യവസായവും കേരളത്തിന്റെ തനത് കലകളും ഒക്കെ കാണുക മാത്രമല്ല, അതിന് പങ്കാളികളാകാനും ഉത്തരവാദിത്ത ടൂറിസം സൗകര്യമൊരുക്കുന്നുണ്ട്. ടൂറിസത്തിലൂടെ പ്രാദേശികമായി തൊഴിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞത് പ്രധാന നേട്ടമാണ്. സ്ത്രീകൾക്കായി സ്ത്രീകൾ നടത്തുന്ന പ്രത്യേക ടൂറിസം പ്രവർത്തനത്തിലൂടെ കൂടുതൽ പേർക്ക് വരുമാനം ഉറപ്പാക്കാനായി. പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനവും ദാരിദ്ര്യ ലഘൂകരണവുമെല്ലാം മികച്ച ഉദാഹരണങ്ങൾ. കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ഇതിനായി പ്രത്യേക പരിശീലനങ്ങളും ഒരുക്കുന്നുണ്ട്. ടൂറിസം കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ഹോം സ്റ്റേ പരിശീലനം, കരകൗശല വസ്തു നിർമ്മാണത്തിനുള്ള പരിശീലനം തുടങ്ങിയവയാണ് നൽകി വരുന്നത്. ഇതിനകം 6000-ലധികം പേർ ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ അടുത്ത പടിയായ സ്ട്രീറ്റ് പദ്ധതിയും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഗ്രീൻ, കൾച്ചറൽ, അഗ്രികൾച്ചറൽ, വാട്ടർ, ആർട്ട് എന്നിങ്ങനെയാണ് സ്ട്രീറ്റുകൾ. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പാലക്കാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ 10 ഇടങ്ങളിൽ പദ്ധതി നിലവിൽ വന്നു. ഉത്തരവാദിത്ത ടൂറിസം തുടങ്ങിയതിന് പിന്നാലെ മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവും വർദ്ധിച്ചിട്ടുണ്ട്. KRTM-ൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 70% യൂണിറ്റുകളും സ്ത്രീകളുടേതാണ്. വിവിധ അംഗീകാരങ്ങൾ ലഭിച്ച മിഷന് കീഴിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കി നേട്ടമുണ്ടാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.